സ്വാഗതം. UAE-യിലെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. സതീഷിൽ നിന്ന് നേരിട്ട ക്രൂരമർദ്ദനം അതുല്യ സഹോദരിയോട് വിവരിക്കുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. തന്നെ സതീഷ് ചവിട്ടിക്കൂട്ടിയെന്ന് അതുല്യ കരഞ്ഞു പറയുന്നതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുക. ഒന്നുമില്ലെങ്കിൽ 4 നേരം തിന്നാൻ തരുന്നുണ്ടല്ലോടാ, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വിചാരിക്കും അതെങ്കിലും നടന്നു പോകുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതം ത്യാഗം ചെയ്താലും കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. പിന്നെ ആർക്കും നമ്മളൊരു ഭാരമാവുന്നില്ലല്ലോ. ഒരൊറ്റ കാര്യത്തിലാടാ ഞാൻ സഹിക്കുന്നത്. ഒരു പെണ്ണും അനുഭവിക്കാത്ത എക്കാടാ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ ഉള്ളിൽ അത്രത്തോളം വലിയ വേദനകൾ എനിക്കുണ്ട്. ഞാനൊരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപാതകമാണെന്നും കുടുംബം പറയുന്നു. സതീഷ് ലഹരിക്കടിമയാണെന്ന് അതുല്യയുടെ അമ്മ 24-നോട് പറഞ്ഞു. എൻ്റെ മോള് ഇപ്പം അവിടെ വെളിനാട്ടിൽ പോയതിനു ശേഷം വീഡിയോ കോളിൽ വിളിക്കുമെന്നും, അപ്പോൾ ഈ ഉപദ്രവിക്കുന്നതൊക്കെ വീഡിയോ കോളിൽ അടയാളങ്ങളൊക്കെ എന്നെ കാണിക്കും. അപ്പോഴൊക്കെ ഞാനൊന്ന് പറയും, എൻ്റെ മോളെ നീ എന്തിനാണ് ഈ ഉപദ്രവം സഹിക്കുന്നത്, നീ ഇഞ്ഞു പോരെ. പലവട്ടം ഇങ്ങനെ ഉപദ്രവം സഹിക്കാതെ ഒരു കോടതിയിലൊക്കെ ഞങ്ങൾ കേസ് കൊടുത്തതായിരുന്നു. കേസ് കൊടുത്ത് അവൻ രണ്ട് കൗൺസിലിംഗ് നടത്തിയിട്ട് ഞങ്ങളറിയാതെ ഒപ്പിടിപ്പിച്ച് അതിനെ കൊണ്ട്. പിന്നെ അവിടെ പോയി നിന്നതിന് ശേഷം പിന്നെ അവനങ്ങ് വെളിയിൽ പോയി. പിന്നെ അവൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല. അവൾക്ക് എങ്ങോട്ടും പോയിക്കൂടാ, ആരോടും മിണ്ടിക്കൂടാ. അവരുടെ വീട്ടിൽ ഒരു അനിയനുണ്ട്, അതിനോട് പോലും അന്നും മിണ്ടിക്കൂടായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത്. അവിടെ കുഞ്ഞിൻ്റെ കൂടെ പഠിച്ച പെൺപിള്ളേരൊക്കെ ഫോൺ വിളിച്ചാൽ അതുപോലും അവൻ സമ്മതിക്കത്തില്ല. അതേസമയം മകന് കുടുംബവുമായി ബന്ധമില്ല എന്നാണ് സതീഷിന്റെ മാതാവിന്റെ പ്രതികരണം. എന്നെ വിളിക്കാറില്ല. എന്നെയല്ല, ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഞങ്ങളുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അവർ ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുന്നിടത്ത് അവരുടെ പരാതിയൊന്നും നമ്മുടെ അടുക്ക പറയാറില്ല. അവരുടെ പരാതികളൊന്നും അതുല്യ എൻ്റെ അടുക്ക പറയാറില്ല. അങ്ങനെ അതുല്യ മോൻ വിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ അതുല്യ വിളിക്കണ്ടേ? സംഭവത്തിൽ കൊലക്കുറ്റത്തിന് തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനീഷ് മഹിപാൽ കുടുംബത്തിന്റെ ആരോപണം സംബന്ധിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം അരുൺ രാജ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ കേസിലെ പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ് എന്നത് വിശദീകരിക്കാനാണ്. ഷാർജയിൽ ഇനിയുള്ള തുടർ നടപടികൾ എന്താണ് എന്നതിന്റെ വിശദാംശങ്ങളുമായി അരുൺ പാറാട്ടും നമ്മളോടൊപ്പം തുടരുന്നു. മനീഷ്, ഈ അതുല്യയുടെ കുടുംബം പറയുന്നത് അതുല്യ നിരന്തരമായി ഭർത്താവ് സതീഷിൽ നിന്ന് പീഡനത്തിനിരയായിരുന്നു. ശരീരത്തിനേറ്റ മുറിവുകൾ ഒക്കെ അമ്മയെ വീഡിയോ കോളിൽ കാണിക്കാറുണ്ട്. ആരുമായും സംസാരിക്കാനോ പുറത്തുള്ള ആരുമായും ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്താനോ ഒന്നും സതീഷ് അനുവദിച്ചിരുന്നില്ല. കോടതിയിൽ ഈ കേസ് എത്തിയിട്ടൊന്നും അത് കാര്യമായി മുന്നോട്ട് പോയില്ല എന്നാണ്. എന്തൊക്കെയാണ് ഈ കുടുംബത്തിന്റെ ആരോപണം, അതുല്യയുടെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? ഇനി എന്തൊക്കെ തുടർ നടപടികളെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്? ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അവർ തൃപ്തരല്ലേ? GK, നിലവിൽ ഈ ബന്ധുക്കളുടെയും ഒപ്പം തന്നെ അച്ഛന്റെയും അമ്മയുടെയും വെറും ആരോപണങ്ങൾ മാത്രമല്ല, പുറത്തു വരുന്ന ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ പുറത്തു വന്ന ശബ്ദശകലങ്ങൾ, മറ്റ് വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ തെളിയിക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ തന്നെ വലിയ യാഥാർത്ഥ്യമുണ്ട്, വലിയ വസ്തുതയുണ്ട് എന്നാണ്. ഒപ്പം തന്നെ ചില കൂട്ടുകാരികൾക്കും സഹോദരിക്കും ഒക്കെ തന്നെ ഈ പീഡന വിവരം വിവരിച്ചുകൊണ്ടുള്ള ശബ്ദശകലത്തിൽ പറയുന്നുണ്ട്. വയറ്റിൽ മാരകമായി ചവിട്ടി കൂട്ടുകയാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ട്. കുറെ നാളുകളായി അതുല്യയെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ടിട്ടുകൊണ്ടാണ് ഇയാൾ ജോലിക്ക് പോയിട്ടിരുന്നത്. അങ്ങനെ രാവിലെ ജോലിക്ക് പോയി തിരിച്ച് വൈകിട്ട് വരുമ്പോഴാണ് ഫ്ളാറ്റിന്റെ ഈ വാതിൽ ഇയാൾ തന്നെയാണ് തുറക്കുന്നത്. ആ സമയം വരെയും പുറത്തെവിടെയും പോകാൻ സമ്മതിക്കില്ല. അതുല്യ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതാണ് കൊല്ലത്ത് ശാസ്താംകോട്ട കോളേജിൽ നിന്നും. അവിടെ പിന്നീട് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് കൂടി പാസ്സായതാണ്. അങ്ങനെ തന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് പല ജോലികളിലും കിട്ടിയിരുന്നു. പക്ഷെ ഒരു ജോലിക്കും പോകാൻ അനുവദിച്ചിരുന്നില്ല. അവസാനമായി തർക്കമുണ്ടായതിന്റെ കാരണമായി നിലവിൽ വീട്ടുകാർ സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ജോലി ലഭിച്ചിരുന്നു. ആ ജോലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച ദിവസം അവിടെ ജോയിൻ ചെയ്യാനുള്ള ഓർഡർ അടക്കം അതുല്യക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ശനിയാഴ്ച പിറന്നാൾ ദിവസം കൂടിയാണ്. ആ ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്ന് ആഗ്രഹിച്ച സമയത്ത് തലേ ദിവസം വലിയ രീതിയിലുള്ള പീഡനമുണ്ടായി. മാനസികമായും ശാരീരികമായിട്ടുള്ള വലിയ പീഡനമുണ്ടായി. ഇതായിരിക്കാം ഒരുപക്ഷെ
ജീവൻ ഒടുക്കാനുണ്ടായ കാരണമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. പക്ഷേ പൂർണ്ണമായ ഒരു ആത്മഹത്യയാണെന്ന് കൂടി വീട്ടുകാരും നാട്ടുകാരും കൂടി, അതായത് ഈ അതുല്യയെ സംബന്ധിച്ച് അതുല്യയെ ഈ സതീഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന വിവരം എത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് അച്ഛനോ അമ്മയോ മാത്രമല്ല, അയൽവാസികളടക്കമുള്ള ആളുകൾ ഇയാളുടെ ദൈനംദിനം ഈ നാട്ടിലൊക്കെ തന്നെ അവധിക്കെത്തുന്ന സമയത്ത് ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്നും എങ്ങനെയാണ് ഇയാൾ ഭാര്യയോട് പെരുമാറുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ മദ്യപാനം, കടുത്ത മദ്യപാനമാണ്, വലിയ മുന്തിയിനം മദ്യമൊക്കത്തിനെ വാങ്ങി അത് സ്ഥിരമായി കഴിക്കുന്നു. ഒപ്പം തന്നെ എപ്പോഴും മദ്യപിക്കുന്ന ആളാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവമാണ്. പക്ഷെ പിന്നീട് ഈ പലതവണ ഷാർജയിൽ വെച്ചൊക്കെ തന്നെ ഷാർജ പോലീസിനെ വിവരം അറിയിച്ചുകൊണ്ട് തനിക്ക് താൻ ഈ രീതിയിൽ തനിക്ക് വലിയ രീതിയിലുള്ള പീഡനം ഉണ്ടാകുന്നു എന്ന് പോലീസിൽ വിളിച്ചറിയിക്കുന്ന സമയത്ത് ഇയാൾ മാപ്പ് അപേക്ഷിക്കും. അങ്ങനെ മാപ്പ് അപേക്ഷിക്കുന്ന സമയത്ത് പിന്നീട് അത് പരിഹരിച്ച് അങ്ങനെ മുന്നോട്ട് പോയിരുന്നു. ഇതിനു മുമ്പ് ഒരു തവണ കോടതിയെ കൂടി വിവാഹമോചനത്തിനെ സമീപിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഉണ്ടായ 2 കൗൺസിലിങ്ങിനിടയിൽ ഇത് പരിഹരിച്ചു പോവുകയായിരുന്നു. സതീഷ് തന്റെ അമ്മയെ കൊണ്ട് അതുല്യയുടെ വീട്ടിലെത്തി ഇനി തന്റെ ഭാഗത്തുനിന്ന് കുറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ ഇയാളുടെ പ്രശ്നം ഇയാളൊരു സൈക്കോയാണെന്നാണ് ഇവിടെയുള്ള ആളുകളുടെ ആരോപണം. ഒപ്പം തന്നെ ഇയാൾ ഈ സ്ഥിരമായി മദ്യപിക്കാത്ത സമയങ്ങളില്ല, മദ്യപിച്ചാൽ ഒട്ടും തന്നെ പ്രശ്നങ്ങളാണ്. ഒപ്പം തന്നെ സംശയം, ഒപ്പം തന്നെ ഈ ജോലി ഭാര്യയെവിടെയും, അതായത് ആൺ സുഹൃത്തുക്കൾ എന്നല്ല പെൺസുഹൃത്തുക്കളോട് പോലും സംസാരിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ സതീഷ് ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അത് മദ്യമാണോ ലഹരി, അതോ മറ്റു വല്ല ലഹരിയും അയാൾ ഉപയോഗിച്ചിരുന്നു? രണ്ടാമത്തെ കാര്യം, ഇയാൾ ഈ പീഡനമൊക്കെ നടത്തുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴൊക്കെ ശരിയായ രീതിയിൽ അയാൾ പെരുമാറുന്നു, വീണ്ടും അതുല്യ അയാൾ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ സതീഷിന്റെ കുടുംബം പറയുന്നത് ആ കുടുംബവുമായി സതീഷിന് യാതൊരു ബന്ധവുമില്ല, സതീഷ് അവരെ കോണ്ടാക്ട് ചെയ്യുകയോ അവരുമായി സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു അടിമുടി ദുരൂഹത ഈ കേസിലുണ്ടല്ലോ. തീർച്ചയായും ജി കെ, വലിയ ദുരൂഹതയുണ്ട്. കാരണം ഈ ഒരു മരണത്തിന് ശേഷം, അതായത് അതുല്യയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശേഷം ഈ സതീഷ് നാട്ടിലുള്ള പലരെയും വിളിച്ച് തന്റെ ഭാഗത്ത് കുറ്റമില്ല, താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ ഉള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. ഈ മരണത്തിന് ശേഷം തൊട്ട അയൽവാസിയായിട്ടുള്ള ആന്റണിയെ വിളിച്ച ശേഷം തനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, തന്റെ ഭാഗത്തൊരു കുറ്റവും ഉണ്ടായിട്ടില്ല, ഈ രീതിയിൽ താനൊരു പാർട്ടിക്ക് പോയ ശേഷം വരുമ്പോൾ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ചെയ്തതെന്നാണ് ഇയാൾ നാട്ടിലുള്ള ആൾക്കാരെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് ഒരു ആത്മഹത്യയാണെന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. വീട്ടുകാരുടെ മാത്രമായിട്ടുള്ള ആരോപണമല്ല, നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഇത് സംബന്ധിച്ച് ഇയാളുടെ ഈ പീഡന വിവരം, ഒപ്പം തന്നെ ഇയാൾ ഈ ലഹരിക്ക് അടിമയാണ്, പ്രത്യേകിച്ചും മദ്യപാനിയാണ്. പക്ഷെ മദ്യപിക്കാത്ത സമയങ്ങളിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പം മദ്യപിക്കാത്ത സമയങ്ങളേ ഇല്ല. അതായത് ജോലി സമയത്തടക്കം, ഷാർജയിലടക്കം ജോലി സമയത്തടക്കം ഇയാൾ മദ്യപിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അതിന് മുന്തിയ ഇനം അവരുടെ അമ്മ തന്നെ പറയുന്നത് 3000-4000 രൂപയുടെ മദ്യം, അതും നിറമില്ലാത്ത മദ്യം, സാധാരണ വെള്ളം എന്ന രൂപയാണ് ഇയാൾ എപ്പോഴും കയ്യിൽ കരുതും. അങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ അടിമുടി ഈ രീതിയിൽ ഭാര്യയോട് വല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, ഒപ്പം തന്നെ നാട്ടിൽ 10 വയസ്സുകാരി മകൾ നാട്ടിലാണുള്ളത്, മകളെ ഷാർജയിലേക്ക് എത്തിക്കണമെന്നുള്ള വലിയ പിടിവാശി ഉണ്ടായിരുന്നു. നാട്ടുകാർക്കൊക്കെ തന്നെ ഇയാൾ ഈ മദ്യപാന വിവരം അറിയാം. കാരണം ഇവർ വെക്കേഷന് വേണ്ടി ഇടയ്ക്ക് നിൽക്കാൻ വരുന്ന സമയത്ത് കൂടി അതുല്യയുടെ വീട്ടിൽ ഇതിനു മുൻപ് മതിൽ ചാടി പോലും ഇയാൾ കടന്നെത്തിക്കൊണ്ട് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വിവാഹ ജീവിതത്തിന് ശേഷം ഇത്തരത്തിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുള്ള വിവരം അറിയാം. പക്ഷേ ഈ അതുല്യയെ സംബന്ധിച്ച് ഇതെല്ലാം ഭർത്താവിനുള്ള സ്നേഹം, മകളോടുള്ള കരുതലൊക്കെ തന്നെ കണക്കാക്കിക്കൊണ്ട് ഇതെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. മാതാപിതാക്കളടക്കം വിവാഹമോചനത്തിൽ ഏർപ്പെട്ട സമയത്ത് പൂർണ്ണമായും ബന്ധം ഉപേക്ഷിക്കാനായി ആവശ്യപ്പെട്ടതാണ്. അപ്പോഴൊക്കെ തന്നെ ഭർത്താവിനോടുള്ള സ്നേഹവും കരുതലൊക്കെ കൊണ്ടാണ് ബന്ധത്തിൽ തുടരാൻ തന്നെ തീരുമാനിച്ചത്. തന്റെ 17ാമത്തെ വയസ്സിലാണ് അതുല്യ വിവാഹ നിശ്ചയം നടക്കുന്നത്. പിന്നീട് 19ാമത്തെ വയസ്സിൽ വിവാഹം നടക്കുന്നു. പക്ഷേ ഈ രീതിയിൽ കല്യാണത്തിന് ശേഷം പിന്നീട് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായി ഇടപഴകാനോ ഒന്നും ഒരു കല്യാണത്തിനോ വിവാഹ വാർഷികത്തിനോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ പോലും പോകാൻ ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. സാധാരണ ജനങ്ങൾ അയാളെപ്പറ്റി പറയുന്നത് ഒരു സൈക്കോ ആയിരുന്നു എന്നതാണ്. ഒരു പക്ഷേ അയാളുടെ മാനസികമായ പീഡനമായിരിക്കാം ജീവൻ ഒടുക്കുന്ന നിലയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയും ആളുകൾ തള്ളിക്കളയുന്നില്ല. എന്താണെങ്കിലും കൊടിയ പീഡനമാണ് സതീഷിന്റെ കയ്യിൽ നിന്ന്, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അതുല്യ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഗാർഹിക പീഡനം എന്നതിനോടൊപ്പം തന്നെ മാനസിക
മാനസികമായ പീഡനം, അതോടൊപ്പം ഏതാണ്ട് ഒരു ഹൗസ് അറസ്റ്റ് എന്നതുപോലെ വീട്ടിനുള്ളിൽ തടവിലാക്കപ്പെട്ട നിലയിലായിരുന്നു അതുല്യ കഴിഞ്ഞിരുന്നത്. അതിൻ്റെ വേദന മുഴുവൻ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നതിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ താൻ മൃഗീയമായി ആക്രമിക്കപ്പെട്ടിരുന്നു എന്ന് ശരീരത്തിലെ പാടുകൾ കാണിച്ച് അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ സതീഷ് ഒരു സൈക്കോ ആണോ? അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്നോ? അയാൾ ലഹരിക്കടിമയായിരുന്നു എന്ന് പറയുന്നു. അയാൾക്ക് വീട്ടുകാരുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും കൊടിയ പീഡനത്തിനൊടുവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുല്യ ആ കാര്യങ്ങളൊക്കെ തന്നെ സുഹൃത്തുക്കളോടും രക്ഷിതാക്കളോടും പറഞ്ഞു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. സങ്കീർണമായ മറ്റൊരു കേസ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുന്നു. അതുല്യയുടെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സതീഷിന്റെ കുടുംബം മറ്റൊരു തരത്തിൽ സതീഷിന് യാതൊരു ബന്ധവും കുടുംബവുമായി ഉണ്ടായിരുന്നില്ല എന്ന് അമ്മ പറയുന്നു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ. ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ടുകളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടും അതുല്യയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കൂടി പരിശോധിക്കുന്ന റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ കടക്കാൻ